നമസ്കാരം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ ശ്രീ രാധേ രാധേ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഭഗവത്ഗീത ബുക്ക് ഞാൻ ഇന്ന് മുതൽ വായിച്ചു തുടങ്ങുകയാണ്. കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ കേട്ടോളുക. അപ്പോൾ അതിൽ ആദ്യത്തെ അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ കേട്ടിട്ടില്ലാത്ത വായിച്ചിട്ടില്ലാത്ത, അവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് ഞാനിത് വായിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അധ്യായമാണ് പറയാൻ പോകുന്നത്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. ഇരുഭാഗത്തെയും സൈന്യങ്ങൾ യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കെ മഹായോദ്ധാവായ അർജുനൻ തൻ്റെ അടുത്ത ബന്ധുക്കളും ഗുരുക്കന്മാരും സ്നേഹിതന്മാരും രണ്ടു സൈന്യങ്ങളിലുമായി യുദ്ധം ചെയ്യുവാനും തങ്ങളുടെ ജീവൻ ബലി കഴിക്കുവാനും സന്നദ്ധരായി വർത്തിക്കുന്നത് കണ്ട് ദുഃഖത്തിനും അനുകമ്പയ്ക്കും വശംവദനായ അർജുനൻ അധീരനാവുകയും അദ്ദേഹത്തിൻ്റെ മനസ്സ് പതറുകയും യുദ്ധം ചെയ്യുവാനുള്ള നിശ്ചയം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് അധ്യായം 1 പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കേൾക്കാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവാ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ധൃതരാഷ്ട്ര പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചു കൂടിയ എൻ്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? ഈ ഒരു ചെറിയ അതിൻ്റെ അർത്ഥമാണിത് പറഞ്ഞത്. ഇനി ഞാനിതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു തരാം. അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവിക ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതിൻ്റെ രത്നചുരുക്കമായ ഗീതാ മഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇത് ഗീതാ മഹാത്മ്യമാണ്. കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നുമില്ലാതെയും സനിഷ്കർമ്മം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെയുണ്ട്. ഭഗവാനിൽ നിന്നു തന്നെ ആ ഉപദേശം കേട്ടു ഗ്രഹിച്ച അർജുനന്റെ വഴി. ശിഷ്യ പരമ്പരയിലൂടെ പോന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സ്വോദ്ദേശ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലും അധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു. മറ്റ് ആധ്യാത്മിക കൃതികളിലുള്ളതെല്ലാം ഗീതയിലുണ്ട്. മറ്റൊന്നിലും കാണാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും. അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം. ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ്. എന്തെന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുളി ചെയ്തതാണിത്. ധർമ്മക്ഷേത്രേ എന്ന വാക്ക് ഏറ്റവും സാരവത്താണ്. എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അർജുനന്റെ ഭാഗത്താണല്ലോ. കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്രർക്ക് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് അതിയായ സന്ദേഹമുണ്ട്. അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുന്നു, അവരെന്തു ചെയ്തു എന്ന്. തൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ പോർനിലത്തിലെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ്. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാവണമെന്ന് ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചിട്ടില്ല. തൻ്റെ മക്കളുടെ ഭാവിയെപ്പറ്റി അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു. വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ആ ആരാധനാ സ്ഥലമായി പറയപ്പെട്ടുള്ള കുരുക്ഷേത്രമാണ് പോർനിലമായിട്ട് എടുത്തിട്ടുള്ളത്. ഹരിയാനയുടെ അടുത്ത് ആണ് കുരുക്ഷേത്രം. ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. കാണണമെന്നുള്ളവർക്ക് കാണാമെന്നേ ഉള്ളൂ. കുരുക്ഷേത്രം നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്, ഇപ്പോഴുമുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പാവന സ്ഥലത്തിൻ്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ടെന്ന് എത്തിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡുപുത്രന്മാർക്കും സഹായകമായി. കാരണം അവർ സ്വഭാവേന ഗുണശാലികളാണ്. ഈ വസ്തുത ധൃതരാഷ്ട്രർക്ക് വ്യക്തമായി അറിയാം. വ്യാസശിഷ്യനായിരുന്നു സഞ്ജയൻ. വ്യാസദേവന്റെ കരുണയാൽ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലെത്തിയിരുന്നത് കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗം കാണാൻ അദ്ദേഹത്തിനു സാധിച്ചിരുന്നു. ദിവ്യദൃഷ്ടിയുള്ള ആളായിരുന്നു
സഞ്ജയൻ. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെ പറ്റി ആരായുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണില്ലല്ലോ. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഒരു മീഡിയമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ കണ്ട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരാളാണ് സഞ്ജയൻ. ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും മക്കൾ. അതെല്ലാവർക്കും അറിയാലോ. ധൃതരാഷ്ട്രൻ്റെ മനോഭാവം ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം തൻ്റെ മക്കളെ മാത്രം കൗരവർ എന്ന് അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിൻ്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു. തൻ്റെ അനന്തരാവകാശികളാകേണ്ട പാണ്ഡുപുത്രന്മാരുമായുള്ള ധൃതരാഷ്ട്രരുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഈ ഒരു ഭഗവത്ഗീതയിൽ തന്നെ നമുക്ക് മനസ്സിലാവും, സത്യം എവിടെയാണോ അവിടെയാണ് ജയം. ധർമ്മപിതാവായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടുവാഴിക്കുമെന്നും ഇതിൻ്റെ തുടക്കത്തിൽ നിന്നു തന്നെ വ്യക്തമാകുന്നതാണ്. ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിനു പുറമെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് ശ്ലോകം 2 കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ശ്രീ രാധേ രാധേ.